സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരത്തിനെ മാടി വിളിക്കുന്നു. മരത്തിനെ മാടി വിളിക്കുന്ന സന്ദർഭത്തിൽ ഹദീസിൽ പറയുകയാണ്, നേരെ ശക്തമായി നിൽക്കുന്ന മരം ഒന്ന് വലത്തോട്ടാഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ മരം ഒന്നും കൂടി ഇടത്തോട്ടാഞ്ഞു. പിന്നെ നിന്ന നിൽപ്പിൽ നിന്ന് മുന്നോട്ടും ബേക്കോട്ടും ഒന്നാടി അതിന്റെ വേരുകളെല്ലാം ലോലമായി, വേരുകളെല്ലാം പിടുത്തം വിട്ടു. എന്നിട്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരേ സ്പീഡിൽ അതിങ്ങനെ നടന്നു വന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുമ്പിൽ വരുന്നു. جاءت لدعوته الأشجار ساجدة تمشي إليه على ساق بلا قدم. ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റഹിമഹുല്ല പാടിയതുപോലെ നബിയെ തങ്ങളെ വിളിച്ചപ്പോൾ തങ്ങളെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് മരം പോലും വണങ്ങിക്കൊണ്ട് സുജൂദിലായി തങ്ങളെ മുമ്പിലേക്ക് വരുന്നു. തങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് തങ്ങളെ മുമ്പിലേക്ക് വരികയാണ്. ഏത് രൂപത്തിലാണ് വരുന്നത്? തംശീ, അത് നടന്നു വരുന്നത്, ആ നടന്നു വരുന്നത് കാൽപാദമില്ലാതെ നടന്നു വരുന്നു. തംശീലൈഹി അലാ സാഖിം ബിലാ ഖദമി. സാധാരണ നടക്കാൻ ചെരുപ്പടിക്കാല് വേണം. ചെരുപ്പടിക്കാലില്ലാതെ തണ്ടൻകാല് കൊണ്ട് നടന്നു വരുന്നത് പോലെ തങ്ങളുടെ മുമ്പിലേക്ക് മരം കടന്നു വന്നില്ലേ? അത്ഭുതകരമായ ഒരു സംഭവം അഅറാബി നേരിട്ട് കാണുകയാണ്. വന്നജ്മു വശജറു യസ്ജുദാൻ. മരങ്ങൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നു, അള്ളാഹിനെ വഴിപ്പെടുന്നു എന്ന് സൂറത്തുർ റഹ്മാനിലും അല്ലാഹ് പറയുന്നു. അള്ളാഹുവിനെ വഴിപ്പെടുന്നതൊക്കെ അള്ളാഹിന്റെ റസൂലിനും വഴിപ്പെട്ടിരിക്കും. പ്രവാചകന്റെ മുമ്പിൽ മരം വന്നു നിന്നപ്പോൾ അഅറാബി പറഞ്ഞു, എനിക്ക് സമാധാനമായിരിക്കുന്നു, അങ്ങ് സത്യത്തിന്റെ പ്രവാചകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ യഖീന് ഈമാൻ ഉറച്ചു. ഈ അത്ഭുതകരമായ രംഗം കണ്ടപ്പോൾ അഅറാബി പറഞ്ഞു, നബിയെ തങ്ങളുടെ കൈയും ആ പാദവും ഒന്ന് ചുംബിക്കാൻ എനിക്കൊരു വല്ലാത്ത ആഗ്രഹമുണ്ട്. സത്യത്തിന്റെ പ്രവാചകനെ ഞാനിതാ കാണുകയാണ്. ഇങ്ങനത്തെ ഒരു പ്രവാചകന് വേണ്ടി ലോകം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. ഈ സത്യം അംഗീകരിക്കാനുള്ള തൗഫീഖ് എനിക്കുണ്ടായ സന്തോഷം, അതുകൊണ്ട് അതിന് കാരണക്കാരായ നബിയെ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളൊന്ന് നീട്ടിത്തരിക, ഞാനൊന്ന് ചുംബിക്കട്ടെ, അങ്ങയുടെ കാലൊന്ന് ചുംബിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുത്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് തങ്ങൾക്കൊന്ന് സുജൂദ് ചെയ്യാൻ മോഹമുണ്ട്. ഇത്ര വലിയ അത്ഭുതം കാണിച്ചു തന്ന തങ്ങളുടെ മുമ്പിൽ എനിക്കൊന്ന് സുജൂദ് ചെയ്യണം, സാഷ്ടാംഗം ചെയ്യണം. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ, ഒരിക്കലും പാടില്ല. സൃഷ്ടികൾ സൃഷ്ടാവിന്റെ മുമ്പിലല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിലും സുജൂദ് കൊണ്ട് ബഹുമാനിക്കാൻ പാടില്ല. സുജൂദ് കൊണ്ട് ആദരിക്കാൻ അർഹതപ്പെട്ടവൻ പടച്ചറബ് മാത്രമാണ്. സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്തുകൂടാ. ഇനി അങ്ങനെ ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള അനുവാദം കിട്ടുകയാണെങ്കിൽ, ലൗ കുന്തു ആമുറു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടാവിന്റെ മുമ്പിൽ, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള അനുവാദം കിട്ടുകയാണെങ്കിൽ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനല്ല ഞാൻ പറയുക, ഒരു ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കുക. അതിന് മാത്രം കടപ്പാടുകൾ ഒരു ഭാര്യക്ക് ഭർത്താവിനോടുണ്ട്. അത്രയേറെ ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, വഴിപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, നേരത്തെ ഞാൻ ഓതി ആയത്തിൽ നിന്ന് ഒന്നാമത്തെ ഗുണം ഖാനിതാത്ത്, ഭർത്താവിന് വഴിപ്പെടുന്നവൾ. ഇവിടെ അള്ളാന്റെ റസൂല് പറയുന്നത് ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് പാടില്ല. ഇനി വല്ല നിയമവും അനുവദിച്ചു കിട്ടുകയാണെങ്കിൽ ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കും. അത്രയേറെ ഈ ലോകത്ത് കടപ്പാടുള്ളത് ഒരു ഭാര്യക്ക് ഭർത്താവിനോടാണെന്ന് ബഹുമാനപ്പെട്ട ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അനുസരണം, പരിപൂർണമായ അനുസരണം. ഭർത്താവ് എന്ത് പറഞ്ഞാലും, ശറഇന് എതിരല്ലാത്ത ഏത് കാര്യം പറഞ്ഞാലും ഞാൻ വഴിപ്പെടാൻ നിർബന്ധമുള്ളവളാണ്, അനുസരിച്ചേ പറ്റൂ. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അത് ആവശ്യമാണ്.
ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പടച്ചറബിന് വേണ്ടി സഹിക്കുക. അതിന് പ്രതിഫലം നൽകുന്നവൻ പടച്ചറബാണ്. പ്രയാസം സഹിക്കുന്ന ആളുകൾക്കാണ് സ്വർഗം, ത്യാഗം ചെയ്യുന്ന ആളുകൾക്കാണ് സ്വർഗം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടി ഷഹീദായ ആളുകൾ, രക്തം ചിന്തിയ ആളുകൾ, അവർക്കൊക്കെ സ്വർഗമുണ്ടെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ത്യാഗം ചെയ്യുന്നവർക്കാണ്. അതുപോലെ ഭർത്താവിനെ വഴിപ്പെടാൻ നിങ്ങൾ പൂർണ്ണമായി തയ്യാറായാൽ അതിന്റെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും മറക്കുകയില്ല. വലിയ പ്രതിഫലം അതിന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ശേഷം വരുന്ന ഹദീസുകളിൽ കാണാം. മാത്രമല്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എത്ര കണ്ട് അനുസരിക്കണമെന്നറിയുമോ? വലാ യജൂസു ലിംറാത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി. ഭർത്താവ് നാട്ടിലുള്ളപ്പോൾ അവന്റെ സമ്മതമില്ലാതെ നോമ്പ് നോൽക്കൽ പോലും ഒരു ഭാര്യയ്ക്ക് പാടില്ല. ഭർത്താവ് നാട്ടിലുള്ള സമയമാണ്, ഭർത്താവ് കൂടെയുള്ള സമയമാണ്. ഒരു സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണം. ഭർത്താവ് നോൽക്കണ്ട എന്ന് പറഞ്ഞാൽ സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കാരണം എന്താണ്? സുന്നത്ത് നോമ്പ് നോൽക്കൽ സുന്നത്ത് മാത്രമാണ്, ഭർത്താവിനെ വഴിപ്പെടൽ നിർബന്ധമാണ്. നിർബന്ധവും സുന്നത്തും വരുമ്പോൾ നിർബന്ധത്തിനാണ് സ്ഥാനം കൊടുക്കേണ്ടത്. നീ ഇന്ന് സുന്നത്ത് നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞാൽ എത്ര പോരിശയാക്കപ്പെട്ട നോമ്പാണെങ്കിലും ശരി, അവള് നോമ്പ് ഒഴിവാക്കിയിരിക്കണം. ആ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം നീ നിന്റെ ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാൽ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ കൂലി കിട്ടും. നീ സുന്നത്ത് നോമ്പ് നോൽക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു ബറാഅത്തിന്റെ നോമ്പ്, അല്ലെങ്കിൽ ഒരു മേറാജിന്റെ നോമ്പ്, ഇനി എങ്ങനത്തെ ഒരു നോമ്പ് കിട്ടണമെങ്കിൽ ഒരു കൊല്ലം കഴിയണം. വളരെ താല്പര്യപൂർവ്വം നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഭർത്താവ് പറയുന്നത് ഇത് നോമ്പ് നോൽക്കാൻ പാടില്ല, ഈ പകൽ നീ നോമ്പുകാരിയാവാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കണ്ട, അവൾ നോമ്പ് നോൽക്കരുത്. അന്ന് നോമ്പ് നോറ്റാൽ കിട്ടുന്നതിനേക്കാൾ കൂലി നിനക്ക് കിട്ടുന്നത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വഴിപ്പെടുമ്പോഴാണ്. കാരണം ഒരു പെണ്ണ് ഭർത്താവിന് വഴിപ്പെടുമ്പോൾ ആ പെണ്ണിനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. ഒരു ഭർത്താവിനോട് എതിര് കാണിക്കുമ്പോൾ, ഭർത്താവിനെ വെറുപ്പിക്കുമ്പോൾ അള്ളാഹ് വെറുക്കുന്നു. അള്ളാഹിന്റെ മലക്കുകൾ ലഅനത്ത് ചൊല്ലുന്നു. ശഫീഉനാ റസൂലുള്ളാഹി المرأة لا تؤدي حق ربها حتى تؤدي حق زوجها. റസൂലുള്ള പഠിപ്പിച്ചു തരുന്ന ഹദീസാണ്. അൽ മർഅത്തു, ഒരു പെണ്ണ്, ലാ തുഅദ്ദി ഹഖ്ഖ റബ്ബിഹാ, റബ്ബിനോടുള്ള കടപ്പാടുകൾ വീട്ടിയവളല്ല. ഏതുവരെ? ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ, ഭർത്താവിനോടുള്ള കടപ്പാടുകൾ വീട്ടാതെ ഭർത്താവിനോടുള്ള കടപ്പാടുകൾ വീട്ടിയവളല്ല. ഒരു പെണ്ണ് ഭർത്താവിനോടുള്ള കടമകൾ വീട്ടിയെങ്കിൽ മാത്രമേ അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ വീട്ടുകയുള്ളൂ. ഭർത്താവിനെ വെറുപ്പിച്ച് പിന്നെ ഇബാദത്തില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു സ്ത്രീ ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞാൽ ഭർത്താവിന്റെ വെറുപ്പിലും ദേഷ്യത്തിലുമാണ് ഒരു പെണ്ണ് കടിച്ചുകൂട്ടുന്നതെങ്കിൽ അല്ലാഹു തആല അവളുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല. അവളുടെ നിസ്കാരം അവന്റെ ചെവിന്റെ മുകളിലേക്ക് ഉയരുകയില്ല. അല്ലാഹുവിനിക്ക് ആ നിസ്കാരം തന്നെ ആവശ്യമില്ല. കാരണം ആ പെണ്ണ് ഭർത്താവിന് ഭയപ്പെടുക എന്ന് പറയുന്ന നിർബന്ധമാണ്. ഒരു സ്വർഗത്തിൽ കിടക്കുന്ന പെണ്ണിന്റെ ഒന്നാമത്തെ ലക്ഷണം അവൾ ഭർത്താവിന് ഭയപ്പെടുന്നവളാണ്. അത് ചെയ്യാത്ത കാലത്തോളം അവളെ നിസ്കാരം പോലും സ്വീകാര്യമല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. കഴിഞ്ഞില്ല. മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത്, ഒരു പെണ്ണ് നിസ്കരിച്ചു, അതിന്റെ ശേഷം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാതെ സ്വന്തം കാര്യം ദുആ ചെയ്താൽ ആ ദുആയും തള്ളപ്പെടും. ഭർത്താവിന് വേണ്ടി ആദ്യം ദുആ ചെയ്യണം, എന്നിട്ട് അവൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോഴേ അവളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിസ്കാരമൊന്നും സ്വീകരിക്കൂല. ഈ അടുത്തൊരാൾ പറഞ്ഞു, ഞാനും പെണ്ണുങ്ങളിട്ട് ഇടക്കിടക്ക് തെറ്റും. ഞാൻ ചോദിച്ചു, തെറ്റിയാ നിങ്ങൾക്ക് ഉറക്കം വരുമോ? ഞാൻ സുഖമായിട്ട് ഉറങ്ങും, ഓൾക്ക് ഉറക്കം വരൂല. പിന്നെ അവൾ എന്താ ചെയ്യാ? ഓളിങ്ങനെ ഒരേ നിസ്കാരം തന്നെ. നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിസ്കാരം ചെവിന്റെ മുകൾക്ക് പൊങ്ങൂല. ചെവിന്റെ മുകളിലേക്ക് അത് ഉയരണമെങ്കിൽ, അള്ളാഹു അത് കബൂൽ ചെയ്യണമെങ്കിൽ നീയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ശരിയായിരിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ ഒരുപാട് ആളുകൾ ലോകത്ത് വേറെയുമുണ്ട്. നിന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടവൾ ഭാര്യയായ നീയാണ്. അത് ചെയ്യാതെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചതുകൊണ്ട് കാര്യമില്ലെന്നർത്ഥം. കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് അവൾ പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങിയാലോ ലഅനത്തുഹൽ മലായികതു ഹത്താ തർജിഅ, അവൾ മടങ്ങി വരുന്നത് വരെ മലക്കുകൾ അവളെ മേൽ ലഅനത്ത് ചൊല്ലും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
ലഅനത്ത് പറഞ്ഞാൽ എന്താ? പേടിക്കേണ്ട സംഗതി. അത് ലഅനത്ത് പേടിക്കേണ്ട സംഗതിയാണ്. ശാപം, ശപിക്കൽ, ഒന്നിനെയും ശപിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, ഒട്ടകത്തിനെ ശപിച്ച ആളുകളെ നബി തിരുത്തി, കോഴിനെ ശപിച്ച ആളുകളെ നബി തിരുത്തി. ശാപം എന്ന് പറയുന്നത് വളരെ കടുപ്പപ്പെട്ടതാണ്. നമ്മൾ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ മാത്രം ശപിക്കൽ. ഇബ്ലീസ് എന്ന് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാന്റെ ശാപം അവനുണ്ടാവട്ടെ എന്ന് പറയും. ഗുരുത്തം കെട്ടുപോട്ടെ. അത് മലക്കുകൾ പറയും. എപ്പെന്നറിയോ? ഒരു പെണ്ണ് ഭർത്താവിന്റെ സമ്മതമല്ലാതെ വീട്ടിൽ നിന്നാണ് പുറത്തിറങ്ങിയ. അപ്പൊ ഭർത്താക്കന്മാര് കൊടുക്കണ സമ്മാനം മൊബൈലാ. ഈ മൊബൈൽ ഉള്ളതുകൊണ്ട് എവിടെയും പോവാ. എപ്പോ വിളിച്ചാലും നീ എവിടെയുള്ളത്? ഞാൻ ഇവിടെ തന്നെ വീട്ടിലുണ്ട്, ഞാൻ പാത്രം കൈകൊണ്ടിരിക്കുകയാണ്, ഞാൻ അടുക്കളയിലാണ്. എവിടെ? ഓളങ്ങാടിയിലായിരിക്കും. അപ്പൊ എന്താ ലാൻഡ് ഫോൺ അടിച്ചിട്ട് എടുക്കാത്തത്? എത്ര ദിവസമായി ഫോണ് കേടുവന്നിട്ടെന്നാ. എന്താ ശരിയാവല്? സാധു വിചാരിക്കും അങ്ങനെ തന്നെയാ. അപ്പൊ മൊബൈൽ ഉള്ളതുകൊണ്ട് ഇപ്പൊ കല്യാണം കഴിച്ചാൽ മാത്രല്ല, പെണ്ണ് കാണാൻ പോകുമ്പം തന്നെ മൊബൈലും കൊണ്ടാ പോണേ. പെണ്ണ് കാണാൻ പോകുമ്പം തന്നെ മൊബൈലും കൊണ്ടാണ്. കല്യാണം പിന്നെ 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. നേരത്തെ മൊബൈൽ എടുത്ത് എന്നും മുടങ്ങാതെ വിളിക്കണം. 2 മണിയായാൽ ഫോൺ ചെയ്യാനാ. പിന്നെ ഹറാമാണത്. എത്രത്തോളം വൈവാഹിക ജീവിതത്തിൽ ഹറാമ് കടന്നു വരുന്നോ അത്രത്തോളം ജീവിതത്തിലെ സുഖം കുറയും. എല്ലാം അങ്ങനെ. ഹറാമ് എത്ര ചേർന്നോ അത്രയും ബറക്കത്താണ് കുറയും. അതല്ലേ എന്റെ ശരി? ഒരു പാനീയത്തിൽ, ഒരു ഗ്ലാസ് പാലിൽ എത്ര വിഷം ചേരുന്നുവോ അത്രയും അതിന്റെ വിഷം കൂടി വരികയാണ്. കുടിക്കുന്ന ആൾക്ക് അപകടം ചെയ്യാൻ. എന്നതുപോലെ നല്ല കാര്യങ്ങളിൽ എത്ര അനാവശ്യങ്ങൾ കയറി വരുന്നുവോ അത്രത്തോളം അതിന്റെ ബറക്കത്ത് കുറഞ്ഞ് വിഷം കൂടിയതാകും. ഒരു കല്യാണം നടക്കുമ്പോ കല്യാണത്തിൽ ദൂർത്ത്, ദുർവ്യയം, ഗാനമേള തുടങ്ങിയിട്ടുള്ള അനാവശ്യങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ എവിടെയാ സുഖം കുറയുന്നത്? ആ ദമ്പതികൾക്കിടയിൽ. ആ ദമ്പതികളുടെ സുഖസുന്ദരമായ ജീവിതത്തിന് കുഴപ്പമുണ്ടാകുന്നത് അതിൽ ഹറാമുകൾ കൂടിച്ചേരുമ്പോൾ പാലിൽ വിഷം ചേരുന്നത് പോലെ എത്ര അളവിലാണോ വിഷം ചേരുന്നത് അത്രയും അതിന്റെ മാരകമായ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണതൊക്കെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ സമ്മതമല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മലക്കുകൾ അവളെ ശപിക്കുമെന്നാണ്. ആ സമയത്താണ് ആ പെണ്ണിനിക്ക് മരണം സംഭവിക്കുന്നതെങ്കിലോ, മലായിക്കത്ത് ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിച്ചാൽ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരിക്കില്ല എന്നുറപ്പല്ലേ? മലക്കുകൾ സ്വർഗത്തിന്റെ ഫോട്ടോ ഇട്ട് അവരെ മലക്കുകൾ ശപിക്കല്ലേ? ഗുരുത്തം കെട്ടോളൂ, ഗുരുത്തം കെട്ടോളൂ, നശിച്ചു പോട്ടെ എന്ന് പറയുന്ന സമയത്താണ് മരണം സംഭവിക്കുന്നതെങ്കിലോ ഏത് സമയത്തും മരണം സംഭവിക്കാലോ. ഈ അടുത്തൊരു മരണത്തിന്റെ കഥ ഞാൻ കേട്ടു. ഭാര്യയും ഭർത്താവും തമ്മിൽ സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ആരോഗ്യമുള്ള ഭാര്യയും ഭർത്താവുമാണ്. അവർ സിറ്റ് ഔട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ അസറിന്റെ ബാങ്ക് കൊടുത്തു. അപ്പൊ ഭാര്യ പറഞ്ഞു, ഞാൻ ചായ കൊണ്ടുവരാം, ചായ കുടിച്ചിട്ട് അസറസ്കരിക്കാം. ബാങ്ക് കൊടുത്ത അസറാൻ കൊടുത്ത പണി മതിയാക്കാനായി, ചായ കുടിക്കാനായി, ഇങ്ങനെ 1-2 ചിന്ത നമുക്ക് ആദ്യം വരുമല്ലോ. അങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ ഭാര്യ ചായ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അസറസ്കാരത്തിന് മുമ്പ് ഭർത്താവിന് ചായ കൊടുക്കാൻ. പക്ഷേ ചായ വരുന്നത് കാണുന്നില്ല. അല്പസമയം കാത്തിരുന്ന ഭർത്താവ് അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ വീണ് മരിച്ചു കിടക്കുന്ന രംഗം പ്രിയപ്പെട്ട ഭർത്താവ് കാണുകയാണ്. അയാൾ അറിഞ്ഞിട്ടില്ല. ഇതാ മരണം. അപ്പൊ വീട്ടിൽ നിന്നാണ് പുറത്തിറങ്ങുന്ന സമയത്താണ് ആ മൗത്തിന് വരുന്നതെങ്കിൽ എന്താ കഥ? മലക്കുകൾ ശപിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എത്ര കണ്ട് ഭയപ്പെട്ടിരുന്നു ഇതറിയുന്ന പെണ്ണുങ്ങളെന്നറിയുമോ? മുൻഗാമികളായ മഹതികൾ വലിയ പേടിയായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒരു സ്വാലിഹത്തായ പെണ്ണ്, അവളുടെ ഭർത്താവും കുടുംബവും ഒരു വീട്ടിൽ താമസിക്കുന്നു. ഭർത്താവ് കച്ചവടത്തിന് പോകുന്ന സന്ദർഭത്തിൽ എന്തോ കാരണവശാൽ ഒരു കർശനമായ നിയമം പാസാക്കി. എന്താ കർശന നിയമം? മാളിക മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല. ഞാൻ പറയാതെ കോണിമക്കിട്ട് ഇറങ്ങാൻ പാടില്ല. മുകളിൽ കഴിഞ്ഞോളാം, എല്ലാ സൗകര്യവും മുകളിലുണ്ട്. താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങി വരാൻ പാടില്ല. ഭർത്താവ് പറഞ്ഞു, ഭർത്താവ് പോയി. സംഗതി വലിയ കൊടുക്കാനുള്ളത്. മാളികയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല തന്നെ. ഞാൻ പറയാതെ ഇറങ്ങരുത്. ഭർത്താവ് അങ്ങനെ പറഞ്ഞു പോയാൽ ഭാര്യ അനുസരിച്ചേ പറ്റൂ. എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നൊന്നും ഹദീസിൽ കാണുന്നില്ല. ചിലപ്പോ നമ്മൾ പെണ്ണുങ്ങളോട് പറയും, ഈ ഒരു കാര്യം വേണം, ഞാൻ ഇവിടുന്ന് പോയാൽ ഈ പടി പുറത്തിറങ്ങാൻ പാടില്ല, ഈ 4 മതിലിന്റെ ഉള്ളിൽ പുറത്തിറങ്ങാം. എന്തിനാ അങ്ങനെ നമ്മൾ പറയല്? ചില പെണ്ണുങ്ങളുണ്ടാവും എല്ലാ വാതിൽക്കലും ചെന്ന് എല്ലാ വാർത്തകളും ശേഖരിക്കും. ഇവരൊക്കെയാണ് ചാനലിന്റെ ആളുകളാക്കേണ്ട ആ ജാതി പെണ്ണുങ്ങളെ. ബഷീറോടെ ബഷീറോ അയാൾ 2 മാസമായില്ലേ പിണങ്ങിപ്പോയിട്ട്. ആയിഷാന്റെ കഥ എന്താ? ഓളെ ഭർത്താവിന് കഴിഞ്ഞ ആഴ്ച അടിയിട്ടില്ലേ? ഈ നിലക്ക് എല്ലാ കഥകളും വിലയിരുത്തുണ്ടാവും. ഒരു ആകാശവാണി പാത്തുമ്മ എന്ന് വേണമെങ്കിൽ പറയാം.
ഓളുണ്ടെങ്കിൽ പിന്നെ വേറെ റേഡിയോനൊന്നും വേണ്ട, ആ പ്രാദേശിക വാർത്തകളൊക്കെ ഇവളിങ്ങനെ കൈകാര്യം ചെയ്തോളൂ. ചിലരുടെ സ്വഭാവമാണ്. അതുകൊണ്ടാവണം നമ്മൾ പറയും പുറത്തിറങ്ങരുത്, അല്ലേ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കർശന നിയമം. ചിലപ്പോൾ പരീക്ഷണാർത്ഥം പറയും ഓളാ പുറത്തിറങ്ങോ ഇല്ലേന്ന് അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കും. ഒരു കാരണം ഉണ്ടാക്കലാണ്. അനുജത്തിന്റെ കല്യാണം നടക്കുമ്പോൾ ഏട്ടൻ പുതിയാപ്പിള എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും. എന്താ കാരണം? ഇതിന് കുറച്ച് പൈസക്ക് ചെലവുണ്ടാവും. അപ്പം പറയും അന്ന് തരാനുള്ള 2.5 പവൻ കിട്ടിയിട്ടില്ല, അന്നൊരു കാപ്പാവാൻ കുറവുണ്ടായിരുന്നു, അന്നിന്റെ എന്റെ പുതിയാപ്പാളിനെ സൽക്കരിച്ചിട്ടില്ല, ഞാൻ വരില്ല. ഓന് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇത് അല്ലെങ്കിൽ തന്നെ ടെൻഷനായി എങ്ങനെങ്കിലും ഈ കുട്ടിന്റെ കല്യാണം മറ്റേ കടം തന്നെ വീടിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഈ കല്യാണം നടത്താനുള്ള വെപ്രാളവും ബേജാറും, അതിന്റെ ഇടയ്ക്കാണ് താങ്ങും തണലുമാകുന്ന പുതിയാപ്പാളിന്റെ പണക്കം. പിന്നെ ഇവനെ നന്നാക്കാൻ പോരാ, ഇവനെ കിട്ടൂല. ഓൻ പറയും വയനാട്ടിലുണ്ട് അറിയും, പിന്നെ പറയും പേട്ടക്കാണ്ട് അറിയും, പിന്നെ വേറെ എവിടെയാണ് അറിയും. ഈ കല്യാണം കയ്യോളം ഉരുണ്ട് കളിക്കും. അങ്ങനെയൊക്കെ ഓരോരുത്തരുണ്ട്. അബൂജാഹിലിന്റെ സ്വഭാവമുള്ള പേരില്ലാന്നേ ഉള്ളൂ, ആ പേരിടൂലാന്നേ ഉള്ളൂ, ആ സ്വഭാവം കളിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ സ്വഹാബി ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാരണവശാലും മാളിക മുകളിൽ നിന്ന് താഴെ ഇറങ്ങരുത്. പക്ഷേ നല്ല പെണ്ണാണ്, എന്തിനാ അങ്ങനെ മൂപ്പര് പറഞ്ഞതെന്ന് നമുക്കറിയില്ല, ഹദീസിൽ കാണുന്നില്ല. അങ്ങനെ ഭർത്താവ് പോയതിന് ശേഷം ഉപ്പാക്ക് പെട്ടെന്ന് അസുഖമായി, കഠിനമായ വേദന, രോഗം വന്നു. രോഗം വന്നപ്പോ ഉമ്മ വിളിച്ചു, മോളെ ഓടി വരണം, നിന്റെ ഉപ്പാക്ക് തീരെ സുഖമില്ല, ഉപ്പ വളരെ ക്ലേശത്തിലാണ്, പ്രിയപ്പെട്ട മോളെ ഒന്ന് ഓടി വരണം. ഉടനെ മകള് പറഞ്ഞു, എനിക്ക് വന്നുകൂടാ, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത്. അപ്പോഴാ പുറം ലോകം അറിയുന്നത്. എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പോകുന്ന സന്ദർഭത്തിൽ എന്റെ സമ്മതമില്ലാതെ താഴെ ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഭർത്താവിന് വഴിപ്പെടൽ എനിക്ക് നിർബന്ധമാണ്. ഭർത്താവിന് വഴിപ്പെടാതെ ഒരു സ്റ്റെപ്പെങ്ങാനും ഞാൻ ഇറങ്ങിപ്പോയാൽ അള്ളാന്റെ മലക്കുകൾ എന്നെ ശപിക്കും. അതാണ് എനിക്ക് ഭയമുള്ളത്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് വരാൻ പറ്റില്ല എന്ന് പ്രിയപ്പെട്ട മകള് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, മോളെ നിന്റെ ഉപ്പാന്റെ കാര്യമാണ്, ഉപ്പാക്ക് സുഖമില്ല, കലശലായ രോഗമാണ്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, എന്നാ പിന്നെ റസൂലുള്ള പറയട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാ വരാം. ഭർത്താവിനെക്കാട്ടിയും വലുതാണ് അള്ളാഹുവും റസൂലും ആണല്ലോ. ഉടനെ ഒരാളെ പറഞ്ഞയച്ചു, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളടുക്കലേക്ക്. തങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു മസലുണ്ട് നബിയെ, പുതിയാപ്പള പോകുമ്പോ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, എന്റെ സമ്മതല്ലാതെ പുറത്തിറങ്ങിയത്. ഇപ്പോഴാണെങ്കിൽ ഉപ്പാക്ക് തീരെ സുഖമില്ല, തൽക്കാലം പെണ്ണൊന്ന് പുറത്തിറങ്ങിക്കൂടെ എന്ന് വെച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി ശ്രദ്ധേയമാണ്, നീ നിന്റെ ഭർത്താവിനിക്ക് വഴിപ്പെടുക തന്നെ വേണം. ഭർത്താവ് എന്താണോ പറഞ്ഞത് വഴിപ്പെട്ടേ പറ്റൂ. ബാപ്പാക്ക് സുഖമില്ല എന്നുള്ളത് പ്രശ്നമേ അല്ല. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനിക്ക് ഏറ്റവും കടപ്പാട് അവളെ ഭർത്താവിനോടാണ്. മറ്റെല്ലാവരെക്കാളും ഒരു പെണ്ണിനിക്ക് കടപ്പാട് തന്റെ ഭർത്താവിനോടാണ്. അതുകൊണ്ട് ഭർത്താവ് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഇറങ്ങിക്കൂടാ, ബാപ്പാക്ക് അസുഖമാണെങ്കിലും ശരി. കുറച്ചും കൂടി കഴിഞ്ഞു, പിന്നെയും ഇദ്ദേഹത്തിന്റെ രോഗം കഠിനമായി. ഉമ്മ വിളിച്ചു, മോളെ വരണം, ഉപ്പ സക്കറാത്തിലേക്ക് നീങ്ങുകയാണ്. ഉപ്പ ഈ ലോകത്തോട് വിട പറയുന്ന ഘട്ടമാണ്, സക്കറാത്തിലേക്ക് നീങ്ങുകയാണ്. ആ സമയത്തും പെണ്ണ് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, മലായിക്കത്ത് ശപിക്കുന്ന അവസ്ഥയിലെങ്ങാനും ഞാൻ ആ സക്കറാത്തുൽ മൗത്തിൽ കിടക്കുന്ന ബാപ്പാന്റെ അരികിൽ വന്ന് നിൽക്കുന്നത് ശരിയല്ല. അത് മനസ്സിലാക്കിയ മഹദി പറഞ്ഞു, ഞാൻ വരില്ല, മലായിക്കത്തിന്റെ ശാപവുമായി വരാൻ തയ്യാറില്ല. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരടി മുന്നോട്ട് പോയി കൂടാ, റസൂലുള്ള പറഞ്ഞാൽ വരാം. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോഴും റസൂലുള്ളാന്റെ മറുപടി, നീ നിന്റെ ഭർത്താവിന് വഴിപ്പെട്ടേ പറ്റൂ. ഭർത്താവ് വഴിപ്പെട്ടേ പറ്റൂ. അനുവാദം കിട്ടിയില്ല. പിന്നെ ഭർത്താവ് ഈ ഉപ്പ മരിച്ചു. ഉമ്മ വിളിച്ചിട്ട്, മോളെ ഉപ്പ പോയി, ഹയാത്തോടെ കാണാൻ നിവൃത്തിയില്ല, ഇനി ആ മയ്യത്ത് കാണാനെങ്കിലും വരണം. പെൺകുട്ടി പറഞ്ഞു, ഇല്ല, അള്ളാഹുവിന്റെ ശാപം, മലായിക്കത്തിന്റെ ശാപം, അത് ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കമല്ല, ഞാൻ വരില്ല. റസൂലുള്ള പറഞ്ഞാ വരാം. അള്ളാഹുവിന്റെ റസൂലിനോട് പോയി ചോദിച്ചു ഒരു വ്യക്തി, നബിയെ, ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു മസല ചോദിക്കുന്നുണ്ട്, എന്ത് പറയണം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനിക്ക് വഴിപ്പെട്ടേ പറ്റൂ എന്നാണ് പറയേണ്ടത്. ഇറങ്ങിയില്ല. മയ്യത്തെടുത്തു, മയ്യത്ത് കുളിപ്പിച്ചു. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് വളരെ സന്തോഷത്തിലാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ഗഫറ ലി അബിഹാ,
തീർച്ചയായിട്ടും അല്ലാഹു തആല ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ സർവ്വ പാപങ്ങളും പൊറുക്കാൻ കാരണമെന്നറിയുമോ? ഭർത്താവിനിക്ക് വഴിപ്പെടുന്ന പെണ്ണായതുകൊണ്ടാണ്. ഈ പെൺകുട്ടി തന്റെ ഭർത്താവിന് പരിപൂർണമായി വഴിപ്പെട്ടതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടി അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. അത് കാരണമായി ഈ പെൺകുട്ടിയുടെ മരിച്ചുപോയ പിതാവിന്റെ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെട്ടു. നബിയുനാ റസൂലുള്ളാഹി. ഇത് കേട്ടപ്പം പെൺകുട്ടിക്ക് സമാധാനമായി. പടച്ചോനെ, ഞാൻ ഉപ്പാന്റെ മയ്യത്ത് കണ്ടില്ലെങ്കിലും ഉപ്പാക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ലെങ്കിലും എന്റെ ഉപ്പാക്ക് യാതൊരു ദോഷവുമില്ലാത്ത നിലയിൽ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെട്ട നിലയിൽ സ്വർഗത്തിലേക്ക് പോയല്ലോ എന്ന സന്തോഷമാണ്. സ്വന്തം പിതാവിന് സ്വർഗം കിട്ടാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് ഈ പെൺകുട്ടിയുടെ പിതാവ് സ്വർഗത്തിലാണെന്ന് പറയാനുണ്ടായ കാരണം ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ മകൾ ഭർത്താവിനെ വഴിപ്പെട്ടത് കൊണ്ടാണ്. അതാ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മോള് പറയാ പുതിയാപ്പള അങ്ങനെയാണ്, പുതിയാപ്പള ദേശക്കാരനാണ്. അപ്പൊ നമ്മളെന്താ ഓളെ കൂടെ കൂടി കൊടുക്കല? ചിലരങ്ങനെ ചെയ്യാ. ചില വിവരമില്ലാത്തമാരെന്താക്കും, മോളാന്നും കേൾക്കാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാവുമ്പോ പലപ്പോഴും കുളം കലക്കൽ ആരറിയോ? ഈ പെൺകുട്ടിന്റെ അമ്മയായിരിക്കും. ബുദ്ധിയില്ലാത്ത ചേച്ചി. ഇതൊരു കുടുംബജീവിതമാണ്. നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കണം. പുരുഷന്മാരാണ്, പല സ്വഭാവക്കാരും ഉണ്ടാകും. അതൊക്കെ കുറച്ചത് കഴിയുമ്പോൾ ശരിയാവും മോളെ. അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം. രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ ജീവിതമാണ്. അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് സബൂർ ചെയ്യണം. അള്ളാഹുവിന്റെ കൽപ്പന ഭർത്താവിന് പരിപൂർണമായി വഴിപ്പെടണമെന്നാണ്. വിവാഹം എന്ന് പറയുന്നത് കളിതമാശയല്ല. നീ സമയത്ത് ഭർത്താവിനോട് എതിർക്കാൻ നിന്നു കഴിഞ്ഞാൽ, ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി എല്ലാവരും കൂടെ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള മാനസികമായ ഐക്യം കുറയും. നിങ്ങൾ അകൽച്ചയിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ അകന്നകന്ന് നിങ്ങളെ കുടുംബജീവിതം പരാജയപ്പെടും. അതുകൊണ്ട് മക്കൾക്ക് നല്ല ഉപദേശം നൽകി അവരടുപ്പിച്ചു നിർത്താൻ പരിപൂർണമായി ഭർത്താവിന് വഴിപ്പെടണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ്. ഉമ്മമാരോടാണല്ലോ കുട്ടികൾ സ്വകാര്യം പറയാം. വിവരമില്ലാത്ത ആളുകൾ കൂടിക്കൊടുക്കും കുട്ടികളെ കൂടെ. അപ്പൊ കുട്ടികൾക്കൊന്ന് ധൈര്യമാവും, കുടുംബം കാലം. ചിലരൊക്കെ പറയാറുണ്ട്, പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പറയും, പൊന്നാർ ഉസ്താദെ ഓളെ നമുക്ക് എവിടെങ്കിലുമൊക്കെ കൊള്ളിക്ക, ഓളെ ഉമ്മാനെ സഹിച്ചൂടാത്ത. എത്ര കേസാ അങ്ങനെ വരല്. അങ്ങനെ പറയാറുണ്ട്. ഓളെ ഉമ്മാനെ സഹിച്ചൂടാ. അതാണ് ഈ പിത്തന മുഴിവുണ്ടാക്കണത്. ഒരുവിധം ഓളെ ഒപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ ഉമ്മാനെ പൊരുത്തപ്പെടാൻ കഴിയില്ല. അങ്ങനെ എത്ര വളരെ ശ്രദ്ധിച്ചോളം. കുടുംബ ബന്ധം തമാശക്കളിയല്ല. എങ്ങനെങ്കിലും മകളൊരു പ്രശ്നം പറയുമ്പോൾ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടാവും. കാരണം ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഔലിയാക്കന്മാരൊന്നും അല്ലല്ലോ, സാധാരണക്കാരാണ്. ഓരോ ജോലിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെതായ സ്വഭാവമൊക്കെ ഉണ്ടാവും അല്ലേ? ഓരോ ആളുകൾ ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ നല്ല കടുപ്പുള്ള സ്വഭാവക്കാർ, മുൻദേശക്കാർ, അങ്ങനെ പല ആളുകളും ഉണ്ടാവും. അതൊക്കെ കുറച്ചങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ ലേശം കഴിയുമ്പോൾ അതൊക്കെ പദം വരും. അതിന്റെ സ്വഭാവം എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ഉപദേശങ്ങൾ നൽകി വിവാഹ ജീവിതത്തിന്റെ തുടക്കത്തിലുണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം കുട്ടികളൊക്കെ വിവാഹം എന്ന് പറയുമ്പോ മൈലാഞ്ചിപ്പാട്ടും ഒപ്പനപ്പാട്ടും അല്ലെങ്കിൽ കേൾക്കുമ്പോ സ്വർഗത്തിക്കാ പോണെന്നാ വിചാരം. ഈ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയോ പ്രയാസങ്ങളെ പറ്റിയോ ഒന്നും കുട്ടികൾക്ക് ബോധം ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഒന്ന് ഭർത്താവ് ഒന്ന് മോശമായി സംസാരിക്കുമ്പോഴേക്ക് ആകെ ടെൻഷനായി വേജാറായി എന്നെ കൊണ്ട് പറ്റില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മളും കൂടെ കൂടിക്കൊടുത്താൽ എന്താവും കഥ. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പ്രത്യേകിച്ച് വീട്ടിലെ തലമുതിർന്ന സ്ത്രീകൾ. അനുസരണം വളരെ പ്രധാന. ഈ അനുസരണക്കേട് ഉമ്മാനോട് പറഞ്ഞു. ഉമ്മ ചോദിക്കാ, അല്ല പുതിയാപ്പിളെ എന്താ നിങ്ങൾ ഇപ്പൊ തന്നെ അങ്ങനെ കുഴപ്പാക്കിയാല് എന്ന് പറഞ്ഞാൽ പുതിയാപ്പിളക്കൊന്നുകൂടി ഒരു നിസാര പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മാനോട് പറഞ്ഞ്, ഉമ്മയിൽ ഇടപെട്ട് ഉമ്മാന്റെ ആങ്ങളാരോട് കാരണന്മാരോട് പറഞ്ഞ് എന്തിനാ നിങ്ങൾ കുളം കലക്കണം? ഒരു നിസാര പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ ഇതിനാ ചോദ്യം ചെയ്യുന്നത്? അത് അവർക്ക് പറഞ്ഞ് മനസ്സാക്കി കൊടുത്താൽ കുറച്ച് ചെയ്യുമ്പോൾ ലെവലാവും. അത് ഒരിക്കൽ വെറുക്കുന്ന ആളുകൾ പിന്നാണ്ട് സ്നേഹിക്കുകയും ചെയ്യും. അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാത്തതാണ് പലപ്പോഴും ബന്ധം തകരാനുള്ളൊരു കാരണം. അപ്പൊ ഒന്ന് അനുസരണം തന്നെയാണ്. നല്ല ഭർത്താവിനനുസരിക്കുന്ന പെണ്ണായതുകൊണ്ട് ആ കുട്ടിന്റെ വർക്കത്തുകൊണ്ടാണ് ബാപ്പാന്റെ സർവ്വദോഷം പൊറുക്കപ്പെട്ടത്. അപ്പൊ ഒരു വലിയ അമലാണ്. നിങ്ങളെ ദോഷം പൊറുക്കപ്പെടാനല്ല, നിങ്ങളെ മാതാപിതാക്കളെ ദോഷം പൊറുക്കാൻ വരെ കാരണമാണ് നിങ്ങൾ നിങ്ങളെ ഭർത്താവിന് പരിപൂർണമായി അനുസരിച്ചാൽ. സംഗതി ഇവിടെ പ്രയാസമുണ്ട്. ബാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ ഇറങ്ങിപ്പോവാൻ പറ്റാത്ത വിഷമുണ്ട്. ബാപ്പ മരിച്ചിട്ട് പോലും താഴെ ഇറങ്ങാൻ പറ്റാത്ത വിഷമുണ്ട്. അതൊക്കെ ഒരു പെണ്ണ് സഹിച്ചപ്പോൾ നോക്കൂ, സ്വന്തം പിതാവ്